നോക്കൂ, ആ ദൃശ്യം, ആ ഫോട്ടോയിൽ നമുക്ക് കാണാൻ കഴിയും ഏത് രീതിയിലാണ് പോലീസ് രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത്. പിടിവലിയുടെ ചിത്രങ്ങൾ കൂടുതലായി പുറത്തു വരികയാണ്. നിലത്ത് കിടക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു, വലിച്ചിഴയ്ക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു. ഇപ്പോൾ അതാ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന പോലീസിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളായി ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രങ്ങൾ രാജ്യത്തോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. സുനിൽ, നമുക്കറിയാവുന്നതുപോലെ പാർച്ചകൾ എന്ന് പരിഹസിച്ചത് ആദ്യം കോടതിയാണ്. കോടതിയിൽ നിന്നുള്ള പരാമർശം, ജഡ്ജിയിൽ നിന്നുള്ള പരാമർശത്തിനെതിരെ ആദ്യം പ്രതികരണം വരുന്നു. പിന്നീട് ജഡ്ജി അത് അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്നു, വിശദീകരിക്കുന്നു. പക്ഷേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കോക്രോച്ച് പാർട്ടി എന്ന രൂപത്തിൽ ആ സമരം നീങ്ങുകയായിരുന്നു. ആ സമരത്തെ ഇല്ലാതാക്കാനായി ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമുള്ള സമരമാണ് എന്ന രൂപത്തിൽ കൊണ്ടുവരാൻ നോക്കി. ഏത് സമരങ്ങളെയും ഏത് പ്രതിഷേധങ്ങളെയും രാജ്യവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തടയാനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. പക്ഷേ അതിൽ സോനം വാങ്ചുക്കിന്റെ സമരത്തോടുകൂടി അതിന്റെ സ്വഭാവത്തെ അങ്ങനെ പരിഹസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. രാജ്യം അംഗീകരിച്ച മാക്സസെ അവാർഡ് നേടിയ മാക്സസെ പുരസ്കാര ജേതാവായ സോനം വാങ്ചുക്കിനെ ഒരു രാജ്യവിരുദ്ധനായി ചിത്രീകരിക്കുന്ന എളുപ്പമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ നിരാഹാര സമരം, ഗാന്ധിയം മാർഗത്തിലുള്ള സമരം. ആ സമരത്തിലേക്ക് പിന്തുണയ്ക്കുന്നവരെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. അതിന്റെ തുടർച്ചയായി പാർലമെന്റിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും മറുപടി പറയാൻ പ്രധാനമന്ത്രിയില്ല. ഇന്ന് NDA യോഗത്തിൽ പോലും ഈ വിഷയത്തെ കത്തിക്കുകയാണ് എന്ന പ്രതികരണം നടത്തിയ ശേഷം പ്രധാനമന്ത്രി പാർലമെന്റിലേക്ക് വരാതിരുന്ന നിരുത്തരവാദപരമായ നടപടിയാണ് എടുത്തത്. പ്രധാനമന്ത്രി മറുപടി പറയണം, പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഒരു മിന്നൽ സമരം എന്ന രൂപത്തിൽ ഇതിനെ കാണേണ്ടി വരില്ലേ സുനിൽ? ഇതുവരെ കോൺഗ്രസ് എവിടെ, രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യമൊക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുമ്പോൾ എന്തു വരവാണ് വന്നിരിക്കുന്നത്? സ്മൃതി, തീർച്ചയായും ഇന്ന് ഒരു മിന്നൽ നീക്കം തന്നെയാണ് പ്രതിപക്ഷം നടത്തിയത്. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാളായിരുന്നു. പിറന്നാളിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വസതിയിൽ ചെറിയൊരു ആഘോഷമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു യോഗവും അവിടെ ചേർന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇങ്ങനെ ഒരു മാർച്ച് നടത്താനുള്ള തീരുമാനമെടുക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ ദില്ലി പോലീസും അവിടേക്ക് പാഞ്ഞെടുത്തു. പക്ഷേ അതിന് മുന്നേ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് MP-മാർ പ്രധാനമന്ത്രിയുടെ വസതിയുടെ പ്രധാന ഗേറ്റിന് മുന്നിലേക്ക് എത്തി അവിടെ കുത്തിയിരുന്ന് സമരം ആരംഭിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള VD സതീശൻ ഉണ്ടായിരുന്നു, കർണാടകത്തിൽ നിന്നുള്ള DK ശിവകുമാർ ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും ഈ ഒരു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ദില്ലിയിലെത്തിയിരുന്നു. അപ്പോൾ അവർ കൂടി ഇതിനൊപ്പം പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസിന്റെ MP-മാരും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും നിരന്ന ഒരു സമരമായിരുന്നു. ആ ഒരു അപ്രതീക്ഷിത സമരം തന്നെയായിരുന്നു. ആ സമരം സമാധാനപരമായ സമരമായിരുന്നു. അവിടെ വന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമാണ്, പ്രധാനമന്ത്രിയെ കാണണം. പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ കാണാനില്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വന്നത്. പ്രധാനമന്ത്രിയെ കാണണം, പ്രധാനമന്ത്രിയെ കണ്ട് ചില കാര്യങ്ങൾ തങ്ങൾക്ക് ധരിപ്പിക്കാനുണ്ട്, അതിന് പ്രധാനമന്ത്രിയുടെ മറുപടി കിട്ടണം. അല്പസമയം അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ മന്ത്രാലയത്തിലെ മന്ത്രിയായ ജിതേന്ദ്ര സിംഗ് അവിടെ എത്തുന്നു. രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നു. 2 തവണ അദ്ദേഹം എത്തി സംസാരിക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രിയെ കാണാതെ തിരിച്ചു പോകില്ല എന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുക്കുകയായിരുന്നു. ഏതായാലും അവിടെ സമാധാനപരമായ സമരമായിരുന്നു. അക്രമമുണ്ടാക്കാനുള്ള സമരമായിരുന്നില്ല. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് ദില്ലി പോലീസ് കായികമായി തന്നെ ഈ സമരത്തെ നേരിടാൻ തീരുമാനിച്ചത്. ദില്ലി പോലീസ് ബലമായി തന്നെ നേതാക്കളെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ആ പിടിവലിക്കിടയിലാണ് പലർക്കും പരിക്കേറ്റത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ ശബ്ദം പാർലമെന്റിൽ രേഖപ്പെടുത്താനുള്ള നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിനെയാണ് തെരുവിലൂടെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ചർച്ച എന്ന രൂപത്തിൽ പോകുകയുള്ളൂ. ഇതിൽ പെട്ടെന്ന് അവരുടെ റിയാക്ഷനിലേക്ക് പോകുന്നുണ്ട്. ശ്രീ ചാണ്ടി ഉമ്മൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ ചാണ്ടി ഉമ്മൻ, എന്താണ് രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്? ഇരിക്കുന്നേ ഉള്ളൂ ചാണ്ടി ഉമ്മൻ. ശ്രീ NK പ്രേമചന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ കൂടി ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ബലപ്രയോഗത്തിലൂടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ താഴെ വീഴുന്നു. അവിടെ നിന്നും വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കാഴ്ച. KC വേണുഗോപാലും, മുതിർന്ന നേതാവ് KC വേണുഗോപാലും നിലത്ത് വീഴുകയായിരുന്നു. അദ്ദേഹത്തെയും ആദ്യം അറസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ശ്രീ സന്തോഷ് കുമാർ MP ഉണ്ട്. ശ്രീ സന്തോഷ് കുമാർ, പാർലമെന്റിൽ ഉത്തരവാദിത്തം കാണിക്കാതിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം, സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ചു നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ കണ്ടിരിക്കുന്ന കാഴ്ച, എങ്ങോട്ടാണ് രാജ്യം പോകുന്നത്? വളരെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി വിദ്യാർത്ഥികളും യുവാക്കളും സമരം നടത്തുന്നു. നിരാഹാര സമരം ആരംഭിച്ചു. ഞങ്ങൾ ഈ സമരത്തിന്റെ തുടക്കത്തിൽ തന്നെ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ്. കാരണം CJP എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായും വിലയിരുത്താൻ കഴിയാത്തൊരു പുതിയ ഔട്ട്ഫിറ്റ് ഒക്കെ ആണെങ്കിലും
അവരുന്നയിച്ച ആവശ്യവും ഞങ്ങളുടെ ആവശ്യവും ഒക്കെ ഒന്നായതുകൊണ്ടും അത് വലിയൊരു സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്നതിലും ഒരു ഹ്യൂജ് ഗ്യാതറിങ്ങിന് കാരണമായി. അപ്പോ അവിടെ പിന്നെ മറ്റ് തർക്കങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ച് അതിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. ലെഫ്റ്റ് നേതാക്കന്മാർ നിരവധി തവണ ആ സമരകേന്ദ്രം സന്ദർശിച്ചു. ഞങ്ങൾ എല്ലാവരും പോയി. ഞാൻ ആ ചരിത്രമൊന്നും ആവർത്തിക്കുന്നില്ല. പിന്നീട് പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ പാർലമെന്റ് സമ്മേളനത്തിനകത്ത് ഈ കാര്യം ആണ് ഏറ്റവും നന്നായി ഉന്നയിക്കേണ്ടത് എന്ന് ഞങ്ങൾ വാശി പിടിക്കുകയും ചെയ്തു. കാരണം രാം മന്ദിർ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇന്നലെ അതിന്റെ പേരിൽ സഭാ നടപടികൾ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇന്ന് ഓൾ പാർട്ടി മീറ്റിംഗ്, ഇന്ന് ഇന്ത്യ അലയൻസിന്റെ യോഗം കൂടിയപ്പോഴും ഈ വിഷയം ഉന്നയിച്ചു. ഞങ്ങള് രാവിലെ ഉച്ചക്ക് തന്നെ ജന്തർ മന്ദിറിലെത്തി സമരക്കാർക്ക് ലെഫ്റ്റ് എംപിമാർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് കോൺഗ്രസ് തനിച്ച് ഈ സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഒരു കാര്യം ഉറപ്പാണ്, സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഒരു പൊതു ആവശ്യമായി മാറിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു RSSകാരനായിരിക്കുന്ന മന്ത്രി ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് ഒന്ന് രാജിവെച്ചൊഴിയുക എന്ന് പറയുന്ന ഒരു മിനിമം ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ 24-ലും 25-ലും സമാനമായ ചോർച്ചയുണ്ടായി. 6 NTA എക്സാമിനേഷൻസ് ചോർന്നു. അപ്പോഴൊന്നും ഇത്ര ശക്തമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. അപ്പോഴെല്ലാം സിസ്റ്റം കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. കോടതി ഇടപെട്ടു. കുറച്ച് അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നെയും സിസ്റ്റം എറർ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടു. 22 ലക്ഷത്തിലധികം കുട്ടികളുടെ ഭാവിയെ ബാധിച്ചു. 10-20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. എന്നിട്ടും സാമാന്യമായ മര്യാദയില്ലാതെ ഒരു കസേരയിൽ ഒരാൾ കടിച്ചു തൂങ്ങുകയാണ്. HRD മിനിസ്റ്റർമാരെ 2 വർഷം കൊണ്ടൊക്കെ മാറ്റിയ ചരിത്രം ഇവിടെ ഉണ്ട്. ഒരു റീഷഫിൾ നടത്തിയെങ്കിലും ഈ ചങ്ങാതി ഒന്ന് മാറ്റുക, രാജ്യത്തിന്റെ പൊതുവികാരത്തോട് അത്രയെങ്കിലും ഒന്ന് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അങ്ങയിലേക്ക് വരാം. നോക്കൂ, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ രാഹുൽ ഗാന്ധി, വീണ് കിടക്കുന്ന രാഹുൽ ഗാന്ധി, ജനാധിപത്യം മരിച്ചു എന്നാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. Democracy in India is happening right now.